നിങ്ങളൊരു ചോക്ലേറ്റ് പ്രേമിയാണോ? എങ്കിതാ ഈ ഒരു വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പറമ്പിലേക്ക് പോയപ്പോൾ കുറച്ചധികം കൊക്കോക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും പൊട്ടിക്കാം കേട്ടോ. പിന്നെ ദേ ഇതിങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം, എനിക്കിഷ്ടമല്ല. പിന്നെ കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും പൊട്ടിച്ചെടുക്കാം. തൊണ്ട് നമ്മൾ പശുവിനൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നമ്മുടെ വീട്ടിലില്ലെങ്കിലും അടുത്ത വീട്ടിലുള്ളവർ വന്ന് തൊണ്ടൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെയും വേണമെങ്കിൽ പൊട്ടിച്ചെടുക്കാം. എങ്ങനെ പൊട്ടിച്ചാലും ഇതിൻ്റെ ഉള്ളിലുള്ള പരിപ്പെടുക്കുക എന്നതിലാണ് കാര്യം. അങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള കൊക്കോയുടെ പരിപ്പെല്ലാം കൂടെ ഒരു ബക്കറ്റിലേക്കോ പാത്രത്തിലേക്കോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം വാർന്ന് പോകുന്ന ടൈപ്പ് ഒരു ചാക്കിലേക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലാണ് കേട്ടോ നമ്മൾ ഇടാറുള്ളത്, അതിലേക്ക് ഇതിന്നിട്ട് കെട്ടിവെക്കും. അങ്ങനെ ഒരു 3-4 ദിവസം അങ്ങനെ ഇരിക്കും കേട്ടോ. മഴയൊന്നും കൊള്ളാതെ വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ. ഇത് ഫുള്ള് പുഴുവായിരിക്കും. ചോക്ലേറ്റ് പ്രേമികളെ നന്നായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നുമല്ല ഞങ്ങൾ കഴിക്കുന്നത് എന്ന് പറയരുത്. ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തേക്കുമൊക്കെ വരുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊക്കോക്ക പുളിപ്പിച്ച് ഉണങ്ങുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇഷ്ടം പോലെ പുഴു, ഇതിൽ നിന്ന് വണ്ട്, എല്ലാ വക സാധനങ്ങളും ഇതിലുണ്ടാവും. ഇതുപോലെ നമ്മളിട്ട് ഉണക്കി എടുക്കും. ഒരു 3 ദിവസമൊക്കെ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഇതുപോലെ നല്ല കിലാന്നാകും കേട്ടോ. പിന്നെ ഈ പുഴുവൊന്നും പ്രശ്നം, മരപ്പെട്ടി കഴിച്ചിട്ട് കാഷ്ടിച്ചിടുന്ന കാപ്പിക്കുരുവിൻ്റെ ആ ഒരു പരിപ്പിൽ നിന്നുണ്ടാക്കുന്ന കാപ്പിപ്പൊടിക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വിലയുള്ളതും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും. അപ്പോൾ പിന്നെ ഈ ഇത്തിരി പോകുന്ന കുഞ്ഞു പുഴുക്കൾ ചോക്ലേറ്റിന് വല്ല കുഴപ്പമാണോ?